വീണ്ടും ഒരു പഴയ ഷേപ്പിലുള്ള ഫോർച്യൂണർ കിട്ടിയിട്ടുണ്ട്. 2015 മോഡൽ വാഹനമാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വൈറ്റ് ഫോർച്യൂണറിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2015 മോഡലിന് സെയിം ഇയറിൽ കിടക്കുന്ന ഒരു വാഹനമായിരുന്നു. ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു ഷേപ്പിലുള്ള വാഹനം നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വണ്ടികളില്ല. കാരണം 10 കൊല്ലം വരെയല്ല വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഓൾറെഡി ഭൂരിഭാഗം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പിലുള്ള വാഹനം ഇപ്പോൾ കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ ചെയ്തു. വൈറ്റ് കളർ ഫോർച്യൂണർ നമ്മളൊരു സബ്സ്ക്രൈബറിനെ പെട്ടെന്ന് തന്നെ അത് ടോക്കൺ എമൗണ്ട് തന്നു. ആ വാഹനം ഏതായാലും സോൾഡ് ആയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം എൻക്വയറീസ് വീണ്ടും ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിൽ ഞാൻ വീണ്ടും ഒരു സിൽവർ കളർ വാഹനം തപ്പിപ്പിടിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റി ഉണ്ട്. ടയർ ഭാഗങ്ങളും കുഴപ്പമില്ല. അതുപോലെ തന്നെ എഞ്ചിനൊക്കെ നല്ല സ്മൂത്തായിട്ടുള്ള വർക്കിങ്ങോട് കൂടിയിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടന്നിട്ട് വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു വാക്ക് റൗണ്ട് നമുക്ക് ഓൾറൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഡെൻ്റൊന്നുമില്ല എവിടെയും. അപ്പോൾ ചെറിയൊരു ഡെൻ്റ് ഡിക്കിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് നമുക്ക് മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ റോഡ് സൈഡിൽ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പേസ് ഏതായാലും അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഏതായാലും പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കും. ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. 2016 മാറിയിട്ടുണ്ട്. പക്ഷേ ആക്സിഡൻ്റ് ഒന്നുമില്ല. ഞാൻ എൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് മാത്രമാണ് മാറിയിട്ടുള്ളത്. നിങ്ങൾ പല ആളുകൾക്കും അറിയാം ഡൽഹി വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് എന്തുകൊണ്ടാണ് മാറുന്നതൊക്കെ. അപ്പോൾ ഏതായാലും ഈ ഒരു ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80% ടയർ നമുക്ക് പറയാം. ഈ ഗ്ലാസ്സൊക്കെ ഒറിജിനൽ ആട്ടോ. 15 തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതും ഒറിജിനൽ ഡോറാണ്, റീപ്ലേസ്ഡ് അല്ല. ഇവിടെ ചെറിയൊരു ഡെൻ്റ് ഉണ്ട്. ഓക്കെ, ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ആട്ടോ. ഓട്ടോമാറ്റിക്കാണ്, 4x2 ഓട്ടോമാറ്റിക്കാണ്. ഞാൻ പറയാൻ വിട്ടുപോയി. റൂഫും നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ സീറ്റൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. ആദ്യം ഞാൻ വണ്ടി ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഒറിജിനൽ ഡോറാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാം. ഈ ഒരു ടയർ പുതിയ ടയറാണ്. ഒരു 90% ടയറുണ്ട്. ഇതൊക്കെ ടൊയോട്ട ഗ്ലാസ് തന്നെയാണ്. ഡിക്കിയുടെ മുകളിൽ ചെറിയ 2 ഡെൻറ്റുകളുണ്ട്. ഇവിടെ ഒന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒന്ന് കിടപ്പുണ്ട്. പിന്നെ ഈ ഒരു ടൈൽ ലാമ്പ് ഒരു ചെറിയൊരു ക്രാക്കും ഉണ്ട്. ഡിക്കി ഡോർ ഒറിജിനലാണ്, റീപ്ലേസ്ഡ് അല്ല. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലേക്കൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും സംഭവിക്കാത്ത ഒരു വാഹനമാണ്. ഒന്നും ആക്സിഡൻ്റ് ഇല്ല കേട്ടോ. റസ്റ്റ് കണ്ടിട്ട് വെള്ളം കയറിയ വണ്ടിയാണെന്നും പറഞ്ഞേക്കരുത്. പല ഫോർച്യൂണർ അല്ലെങ്കിൽ പല വണ്ടിയുടെ ഈ ഒരു പുറകിലെ ബീഡിങ് അഴിച്ചു നോക്കിയാൽ ഇവിടെ റസ്റ്റ് ഉണ്ടാകും. കാരണം വെള്ളം നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഏതായാലും പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. യാതൊരു പ്രശ്നവുമില്ല. ഫോർച്യൂണർ ഡിക്കി കുറച്ച് ഫോഴ്സിൽ അടച്ചാലേ ക്ലോസ് ആവുള്ളൂ. ടയർ പുതിയ ടയറാണ്. ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെയും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ടയർ പുതിയ ടയറാണ്. ടൊയോട്ട ഗ്ലാസ്സാണ് വന്നിട്ടുള്ളത്. 15 ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒറിജിനലാണ്. കമ്പനി പേസ്റ്റിംഗ് ഉണ്ട്. ഇതും ഒറിജിനൽ ഡോറാണ്, റീപ്ലേസ്ഡ് അല്ല. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഫോർച്യൂണറിൻ്റെ അധിക വണ്ടിയുടെയും ഈ ഒരു പീസിൽ ഇവിടെ ചുളിവുണ്ടാവും. കാരണം ഓൾറെഡി ഈ വണ്ടി ഹൈറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ കയറുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ ടച്ച് ആവും. അപ്പോൾ എന്തായാലും ഒരു 50,000 കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തെ ചുളിവോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് കയറലോ ഉണ്ടാവും. ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഞാൻ പല വണ്ടികളും കണ്ടിട്ടുണ്ട് ഈ ഒരു പീസ് മാറ്റിയിട്ടാണ് ഉണ്ടാവാറുള്ളത്. സ്റ്റിയറിങ്ങിൻ്റെ ബട്ടണൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള തേയ്മാനങ്ങളും ഇല്ല. ഞാൻ ഉൾഭാഗത്ത് കിലോമീറ്ററൊക്കെ പറഞ്ഞുതരാം. 1,13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ത്രൂ ഔട്ട് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ ഒന്നും ടാമ്പറിങ് ഒന്നും ചെയ്യാത്ത വാഹനം കേട്ടോ. പിന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തേക്കാം. നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഒക്കെ ഒന്ന് തുറന്നിട്ട് എൻജിൻ റൂമൊക്കെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തരാം.
ഉള്ളിലേക്കൊക്കെ നോക്കിയ സമയത്ത് യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും എഞ്ചിൻ റൂമിലൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു ഭാഗങ്ങളിലാണെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഡെൻറ്റോ ഒന്നുമില്ല. ക്രോസ് ബമ്പറിലൊന്നും ഡെൻറ്റൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു പോർഷനിലും ഇവിടെ എല്ലാം ആ ഒരു സ്റ്റോക്കായിട്ട് വന്ന കണ്ടീഷനിൽ തന്നെയാണുള്ളത്. ഡെൻറ്റൊന്നുമില്ല. പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ ഏതായാലും ആക്സിഡൻറ്റ് സംഭവിക്കാത്തൊരു എൻജിൻ റൂമാണ് വാഹനത്തിന് നിലവിലുള്ളത്. വർക്കിംഗ് നല്ല സ്മൂത്താണ്. എൻജിൻ്റെ സൈഡ് ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ലീക്കേജ് ഒന്നുമില്ല. ഇവിടെയൊക്കെ ലീക്കേജൊക്കെ ഉള്ള വണ്ടികൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ലീക്കേജ് എന്ന് പറഞ്ഞാൽ കവറിൻ്റെ ലീക്കേജ് ഉണ്ടാവാറുണ്ട് കേട്ടോ. കവറിൻ്റെ ലീക്കേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ്കറ്റ് മാറ്റിയാൽ തീരും. അല്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള മേജറായിട്ടുള്ള ലീക്കേജ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. ഇപ്പോൾ നിലവിൽ ഏതായാലും ഈ വണ്ടി നോക്കിയ സമയത്ത് ഡസ്റ്റ് അല്ലാതെ വേറെ ഓയിലിൻ്റെ അംശങ്ങളൊന്നും കാണുന്നില്ല. ഓയിൽ എന്തായാലും മാറ്റാറൊന്നും ആയിട്ടില്ല. അത്ര ഡാർക്കൊന്നും ആയിട്ടില്ല. പിന്നെ ബോണറ്റ് ഒറിജിനൽ ബോണറ്റാണ്. വേറെ ഡെൻറ്റൊന്നും ഇല്ല. വർക്കും ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഇതാണ് മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ അവസ്ഥ. 2015 മോഡലിൽ കിടക്കുന്ന വാഹനമാണ്. 15 മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ 15 ആണ് രജിസ്ട്രേഷനും വന്നിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഏതായാലും ഞാൻ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് പറഞ്ഞുതരാം. യെസ്, സീറ്റ് പുറകോട്ട് നീക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, 1-2 പ്രാവശ്യം ആക്കിയ സമയത്ത് അത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്കിത് പറയാനുള്ള 2015 മോഡലാണ്. 15 മോഡലിലുള്ള സെക്കൻഡ് ഓണർഷിപ്പിലുള്ള 1,16,000 ഓടിയിട്ടുള്ള ഫോർച്യൂണറാണ്. റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഫ്രണ്ട് ഗ്ലാസ് മാത്രമാണ് വാഹനത്തിൻ്റേത് മാറിയിട്ടുള്ളത്. പക്ഷേ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഗ്ലാസ് മാത്രമാണ് മാറിയത്. അതായത് വേറെ പില്ലറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ബോണറ്റിൻ്റെ മുകളിലോ വർക്കൊന്നും എടുത്തിട്ട് മാറിയതല്ല. മീൻസ് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അത്രയും വർക്ക് എടുത്തിട്ട് മാറിയല്ല. ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളതാണ്. 2016 തന്നെ മാറിയിട്ടുള്ള വാഹനമാണ്. പിന്നെ വേറെ ഡോറ്, അതുപോലെ തന്നെ ഡിക്കി, ബോണറ്റ്, ബാക്കിയുള്ള ഗ്ലാസ്സുകൾ ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ നല്ലൊരു വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ 1,13,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ത്രൂ ഔട്ട് കമ്പനി സർവീസ് റെക്കോർഡുള്ള വാഹനമാണ്. നല്ല ട്രാക്ക് ഹിസ്റ്ററി ഉണ്ട് വാഹനത്തിന്. അപ്പം ഈ ഒരു ഫോർച്യൂണറൊക്കെ നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വാഹനം തന്നെയാണ്. 2015 മോഡൽ, സെക്കൻഡ് ഓണർ, 1,13,000 കിലോമീറ്റർ, 4x2 ഓട്ടോമാറ്റിക് ആണ് ഈ വരുന്ന വാഹനം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 11,65,000 രൂപയാണ്. ഡൽഹിയിലത്തെ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് നമുക്ക് 11,65,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം വാങ്ങിക്കാൻ പറ്റും. നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. കാരണം അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു എന്താ പറയുക, കിലോമീറ്ററൊക്കെ കുറഞ്ഞിട്ടുള്ള സാധനം. 15 മോഡൽ ഫോർച്യൂണർ എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ 10 കൊല്ലം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സാധാരണ ഒരു 1.5, 1.25, 2 ആ റേഞ്ചിലൊക്കെ ഓടാറുണ്ട് അധിക വാഹനങ്ങളും. അപ്പോൾ ഇതൊരു അത്യാവശ്യം ഒരു എന്താ പറയുക, നമുക്ക് മൊത്തത്തിൽ 1.13 എന്നൊക്കെ പറയുമ്പോൾ ഒരു ലോ കിലോമീറ്റർ ആ ഒരു റേഞ്ചിലൊക്കെ പറയാൻ പറ്റും. പിന്നെ ചില ആളുകൾ ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 50,000, 60,000 ആ രീതിയിലൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഫോർച്യൂണറിനെ മൊത്തത്തിൽ കമ്പയർ ചെയ്യുന്ന സമയത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1,13,000 ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. നല്ല ടയറും ഉണ്ട്. ഏകദേശം ഒരു 90% നമുക്ക് എല്ലാ ടയറും പറയാൻ പറ്റും. അതുപോലെ തന്നെ എഞ്ചിൻ്റെ വർക്കിംഗ് ഒക്കെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് ആണ്. അപ്പോൾ സിൽവർ കളറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. ഡൽഹിയിലത്തെ പ്രൈസാണ് 11,65,000 രൂപ. ലോണ് കിട്ടൂല. പിന്നെ നമുക്ക് ഇവിടുന്ന് വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ബാംഗ്ലൂരേക്ക് കണ്ടെയ്നർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അങ്കമാലിയിലേക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഈ ലോണ് കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ട് പല ആളുകൾ പിന്നെയും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് പുതിയ വ്യൂവേഴ്സ് ആണെന്ന് തോന്നുന്നു ആ ഒരു കാര്യമൊക്കെ ചോദിച്ചിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് വാഹനം റെഡി പേയ്മെൻറ്റ് കൊടുത്തിട്ട് മാത്രമേ നമുക്ക് വാഹനം പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. വാഹനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ NOC അപ്ലൈ ചെയ്യുക. NOC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഒരു 15 to 20 ഡേയ്സ് NOC എടുക്കാറുണ്ട്. ചില RTOs ചിലപ്പോൾ അതിന് കൂടുതൽ എടുക്കാറുണ്ട്. പക്ഷേ ഡൽഹി RTOs ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ട്. ഞാനൊരു ആവറേജ് ഡേറ്റ് പീരീഡാണ് പറഞ്ഞിട്ടുള്ളത്. 15 to 20 ഡേയ്സ് ആണ് NOCയുടെ പീരീഡ്. അപ്പോൾ NOC നമുക്ക് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ NOC നമ്മുടെ കയ്യിൽ നാട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നാട്ടിൽ രജിസ്ട്രേഷൻ ചെയ്യാം. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ കേരളത്തിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു 15 മോഡൽ ഫോർച്യൂണർ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1,80,000 ആ റേഞ്ചിലൊക്കെ നമുക്ക് ടാക്സ് അടയ്ക്കാനുണ്ടാവും. ടാക്സ് അടച്ചതിന് ശേഷം നമുക്ക് കേരള നമ്പർ കിട്ടും. അങ്ങനെ കേരള നമ്പർ കേരളത്തിലേക്കാണെങ്കിൽ
കേരള നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യാം. ലോണിന് അപ്ലൈ ചെയ്താൽ ലോൺ എന്തായാലും കിട്ടും. എന്നിട്ട് മാത്രമേ നമുക്ക് ലോണിൻ്റെ സൗകര്യം അവൈലബിൾ ആവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. കേരള നമ്പർ ആക്കിയതിന് ശേഷം മാത്രമേ ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. പല ബാങ്കുകളും ലോൺ ആദ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട്. പക്ഷേ ലോണിൻ്റെ പ്രോസസ്സിങ് നിങ്ങൾക്ക് ചിലപ്പോൾ മുന്നേ ചെയ്യാൻ പറ്റിയായിരിക്കും. പക്ഷേ ഫണ്ട് ഡിസ്പേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ കേരള നമ്പർ ആക്കിയതിന് ശേഷം മാത്രമേ ഫണ്ട് അവർ ഡിസ്പേഴ്സ് ആക്കുള്ളൂ. അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നിങ്ങൾക്ക് മുന്നേ തന്നെ ചെയ്യാം. ICICI, ആക്സിസ് ഇങ്ങനെയുള്ള ബാങ്കുകളൊക്കെ HDFC ഒക്കെ ചെയ്യുന്നുണ്ട് ലോൺ. NOCയിൽ തന്നെ ലോണിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കും. KL നമ്പർ എപ്പോൾ ആക്കുന്നോ അപ്പം ഫണ്ട് ഡിസ്പേഴ്സ് ആക്കി തരും. അപ്പോൾ ആ ഒരു കാര്യം, കാരണം കുറച്ച് ബാങ്കിൻ്റെ ആളുകൾ എന്നെ അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ സമയത്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.